ഷീയുടെ ടോർച്ചറിങ് കാരണം ബാബുയുടെ മാനസിക നില ഏതാണ്ട് തെറ്റിയ പോലത്തെ അവസ്ഥയിലാണ്. അവനിപ്പോൾ മര്യാദയ്ക്ക് ഫുഡ് കഴിക്കുന്നതും ഉറങ്ങുന്നതും ഒന്നുമില്ല. ഇത് ശ്രദ്ധിച്ച നാനി അവന് കുറച്ച് ഫുഡുമായി അവൻ്റെ അടുത്തേക്ക് ചെല്ലുന്നുണ്ട്. പക്ഷെ അപ്പോഴും അവൻ തനിക്ക് കഴിക്കാനൊന്നും വേണ്ട എന്ന് പറയുന്നു. അവർ അടുത്ത് വന്നത് തിരിച്ചറിയുക പോലും ചെയ്യാത്ത വിധത്തിൽ അവിടെ ഇരുന്ന് പിച്ചും പേയും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നാനി അവനെ കൊണ്ട് ഫുഡ് കഴിപ്പിക്കാനായി പലതും പറയുന്നുണ്ട്. അവസാനം നിൻ്റെ അമ്മയെ പ്രൊട്ടക്റ്റ് ചെയ്യണമെങ്കിൽ നിനക്ക് ആരോഗ്യം വേണ്ടേ, അതിന് നീ ആഹാരം കഴിച്ചാലേ പറ്റുകയുള്ളൂ എന്ന് അവർ ചോദിച്ചപ്പോൾ ബാവർ പെട്ടെന്ന് സ്വബോധത്തിലേക്ക് വന്നതുപോലെ അവർ കൊണ്ടുവച്ച ആ ബണ്ണെടുത്ത് കഴിക്കാൻ തുടങ്ങുന്നു. പക്ഷേ അവനത് കഴിക്കുന്നത് മുന്നിലുണ്ടായിരുന്ന മഷിയിൽ മുക്കിയാണ്. നാനി പെട്ടെന്ന് അവനെ തടയുന്നുണ്ട്. എന്തായാലും അടുത്ത ദിവസം രാവിലെ തന്നെ ഇവൻ്റെ ഈ കണ്ടീഷനെ പറ്റി അവർ ഷിയുടെ അടുത്ത് എന്ന് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അവൻ്റെ മുന്നിൽ വെച്ച് ആ സെർവൻറ്റിനെ കൊന്നതാണ് അവനെ ഇത്രത്തോളം പേടിപ്പിച്ചിരിക്കുന്നത് എന്നൊക്കെ അവർ പറഞ്ഞപ്പോൾ ഇങ്ങനെ ഒരു ജോലിക്കാരിയെ കൊല്ലുന്നത് കണ്ട് പേടിക്കാൻ തുടങ്ങിയാൽ അവൻ എങ്ങനെ മുന്നോട്ട് പോകാൻ കഴിയുമെന്ന് ഷീ ചോദിക്കുന്നു. പിന്നെ അവൻ ഇത്രയും കാലം ഷീക്കൊപ്പം അല്ലല്ലോ വളർന്നത്, അതുകൊണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും പരിചയമില്ലാത്തതുകൊണ്ടാണ് പതുക്കെ പതുക്കെ ശീലമായിക്കോളും. ഇപ്പോൾ അവൻ്റെ ഈ അവസ്ഥയിൽ നിന്ന് അവനെ ഒന്ന് രക്ഷപ്പെടുത്തുന്നതിന് വേണ്ടി ഷാങ്ങിങ്ങിനെ അവന് കൂട്ടായിട്ട് അവൻ്റെ അടുത്തേക്ക് അയക്കുന്ന കാര്യം നാനി സജസ്റ്റ് ചെയ്യുന്നുണ്ട്. ഷാങ്ങിങ്ങും അവനും ഫ്രണ്ട്സാണ് എന്ന് മുമ്പ് ഷാങ്ങുവിൻ്റെ ഗ്രാമത്തിൽ വെച്ച് ആദ്യം ബാവറെ കാണാൻ പോയ സമയത്ത് ഇവർക്കറിയാമായിരുന്നല്ലോ. അത് ഷാങ്ങുവിൻ്റെ സഹോദരിയാണ് എന്നും അറിയാം. എന്തായാലും ഷീ ഇപ്പോൾ അവർ ആവശ്യപ്പെട്ടത് സമ്മതിക്കുന്നുണ്ട്. അങ്ങനെ അവിടുത്തെ ഒരു ഗോഡൗണിൽ അടച്ചിരിക്കുകയായിരുന്ന ഷാങ്ങിങ്ങിനെ അവർ പോയി സ്വതന്ത്രമാക്കി ബാവറുടെ അടുത്തേക്ക് കൂട്ടിക്കൊണ്ട് പോകുന്നു. ഷീ അവനോട് എഴുതി പഠിച്ച് അവൻ്റെ ഹാൻഡ് റൈറ്റിംഗ് വൃത്തിയാക്കാൻ പറഞ്ഞത് കാരണം ഒരു റെസ്റ്റ് എടുക്കുക പോലും ചെയ്യാതെ അവൻ ആ സമയത്തും എഴുതിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഷാങ്ങിങ്ങിൻ്റെ ശബ്ദം കേട്ടപ്പോൾ വിശ്വാസം വരാത്തതുപോലെയാണ് അവൻ തല ഉയർത്തി നോക്കുന്നത്. മരുഭൂമിയിൽ പെയ്ത മഴ പോലെയാണ് അവനപ്പോൾ ഷാങ്ങിങ്ങിനെ കണ്ടപ്പോൾ തോന്നുന്നത്. അവൾ അടുത്ത് ചെന്നിരുന്നപ്പോൾ തന്നെ അവൻ കരയാൻ തുടങ്ങുന്നുണ്ട്. ഷാങ്ങിങ് കൈവശമുണ്ടായിരുന്ന ഒരു ക്യാൻഡി എടുത്ത് അവൻ്റെ വായിലേക്ക് വെച്ചു കൊടുക്കുന്നു. അത് കഴിച്ചതും കരഞ്ഞുകൊണ്ട് ബാവർ അവളെ കെട്ടിപ്പിടിക്കുന്നുണ്ട്. ഷാങ്ങിങ് അവനെ സമാധാനിപ്പിക്കാൻ ശ്രമിക്കുന്നു. നീ പേടിക്കണ്ട, ഇനി നിനക്ക് പേടി തോന്നുമ്പോൾ ഈ വിസിലൂതിയാൽ മതി, ആരെങ്കിലും നിന്റെ സഹായത്തിന് വന്നോളൂ എന്ന് പറഞ്ഞ് കഴുത്തിൽ കിടന്നിരുന്ന ആ വിസിലൂരി ഷാങ്ങിങ് അവൻ്റെ കഴുത്തിൽ ഇട്ട് കൊടുക്കുന്നു. എൻ്റെ ചെറുപ്പത്തിൽ ഞാനൊരു കിണറ്റിൽ വീണായിരുന്നു. അന്ന് അവിടെ നിന്ന് രക്ഷപ്പെടാൻ കഴിയാതെ ഒരുപാട് നേരം അതിനുള്ളിൽ പെട്ടുപോയി. കുറേ സമയം കഴിഞ്ഞാണ് അച്ഛൻ എന്നെ കണ്ടെത്തിയത്. എന്തായാലും അന്ന് അച്ഛൻ കണ്ടുപിടിച്ചതുകൊണ്ട് ഞാനിപ്പോഴും ജീവനോടെ ഇരിക്കുന്നു. അന്നത്തെ ആ സംഭവത്തിന് ശേഷം എനിക്ക് എന്തെങ്കിലും ആപത്ത് വരുമ്പോൾ മറ്റുള്ളവരെ സഹായത്തിന് വിളിക്കുന്നതിന് വേണ്ടി അച്ഛൻ എനിക്ക് ഉണ്ടാക്കി തന്നതാണ് ഈ വിസിൽ എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് അവളത് അവൻ്റെ കഴുത്തിലിട്ട് കൊടുക്കുന്നത്. എന്തായാലും ബാവർ നോർമൽ കണ്ടീഷനിലേക്ക് എത്തിയതോടെ നാനിക്ക് സമാധാനമാവുന്നു. ഷാങ്ങുവിനെ ജനറൽ പെയ് ആ കരിങ്കൽ ക്വാറിയിലേക്ക് പിടിച്ചുകൊണ്ട് പോയിരുന്നല്ലോ. അടുത്ത ദിവസം രാവിലെ ആയപ്പോൾ അവളോടും അവളുടെ ഐഡൻറ്റിറ്റി വെരിഫൈ ചെയ്യുന്നത് വരെ അവിടെ ജോലി ചെയ്യണമെന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അവളുടെ ഐഡൻറ്റിറ്റി ശരിയാണോ എന്നറിയുന്നതിന് വേണ്ടി അവളുടെ സ്ഥലത്തേക്ക് ഒരു കത്ത് അയച്ചിട്ടുണ്ട്. അതിൻ്റെ മറുപടി കിട്ടുന്നത് വരെ ബാക്കിയുള്ളവരെ പോലെ അവളും അവിടെ ജോലി ചെയ്യേണ്ടി വരും. അങ്ങനെ ഷാങ്ങു ഒരു കുട്ടിയും എടുത്തുകൊണ്ട് ജോലി ചെയ്യാനായി ഇറങ്ങുന്നു. അവളെപ്പോലെ ഒരുപാട് ആളുകൾ അവിടെ ഉണ്ടായിരുന്നു. ആണുങ്ങളും പെണ്ണുങ്ങളും ഒക്കെ കൂട്ടത്തിലുണ്ട്. കൂട്ടത്തിൽ പ്രായമായ ഒരാളുമുണ്ട്. ഇവരെല്ലാവരും കൂടി ജോലിക്ക് തയ്യാറെടുത്ത് പുറത്തേക്ക് ചെന്ന് നിന്നപ്പോഴാണ് അന്നത്തെ ഓരോരുത്തരുടെയും ടാർഗറ്റ് എന്താണെന്ന് ഒരു ഓഫീസർ പറയുന്നത്. ഇവരെല്ലാം കുറച്ച് പുറയിലുള്ള ഒരു മലയുടെ അടുത്തേക്ക് പോയി അവിടെ നിന്ന് കല്ലുകൾ കളക്ട് ചെയ്തുകൊണ്ട് ഇങ്ങോട്ടേക്ക് കൊണ്ടുവരണം. ഇതാണ് ഇവരുടെ ജോലി. ആണുങ്ങൾ 10 വലിയ കുട്ട നിറയെ കൊണ്ടുവരണം. പെണ്ണുങ്ങളാണെങ്കിൽ 15 ചെറിയ കുട്ട നിറയാണ് കല്ലുകൾ കൊണ്ടുവരേണ്ടത്. 2 പേർ വീതം പെയറായിട്ട് വേണം ഈ ജോലി ചെയ്യാൻ പോവാനും. ഷാങ്ങു കാഴ്ചയിൽ മെലിഞ്ഞിരിക്കുകയാണല്ലോ, അതുകൊണ്ട് അവൾക്ക് വലിയ ആരോഗ്യമൊന്നും കാണില്ല എന്നാണ് അവിടെയുള്ള കൂടുതൽ പേരും വിചാരിക്കുന്നത്. അതുകൊണ്ട് അവളുമായിട്ട് പെയറപ്പാവാൻ ആരും തയ്യാറാവുന്നില്ല. അതേപോലെ തന്നെ ഈ പ്രായമായ മുത്തശ്ശൻ്റെ ഒപ്പവും പെയർ ചെയ്യാൻ ആരും ചെല്ലുന്നില്ല. ഇവർ രണ്ടുപേരും അവസാനം ബാക്കിയാവുന്നുണ്ട്. ഒരു ഓഫീസർ അവളുടെ അടുത്തേക്ക് എന്നിട്ട് ഈ പ്രായമായ ആളുടെ കൂടെയാണ് നീ പെയറാവുന്നതെങ്കിൽ നിനക്ക് ഞങ്ങൾ കുറച്ച് ഡിസ്കൗണ്ട് ചെയ്ത് തരാൻ തയ്യാറാണ്. നീ 15 ചെറിയ ബാസ്ക്കറ്റിൽ കല്ല് കൊണ്ടുവരണ്ട, 10 ബാസ്ക്കറ്റിൽ കൊണ്ടുവന്നാൽ മതിയെന്ന് അയാൾ പറയുന്നു. ഷാങ്ങു അതിന് എതിർപ്പൊന്നും പറയുന്നില്ല. എന്നിട്ട് ആ മുത്തശ്ശൻ്റെ അടുത്തേക്ക് എന്നിട്ട് അദ്ദേഹത്തിൻ്റെ കയ്യിലിരിക്കുന്ന ആയുധങ്ങളൊക്കെ താൻ പിടിക്കാമെന്ന് പറയുന്നുണ്ടെങ്കിലും അദ്ദേഹം അത് സമ്മതിക്കുന്നില്ല. പുള്ളിക്കാരൻ ഭയങ്കര അഭിമാനിയാണ്. എനിക്ക് പ്രായമായെങ്കിലേ അഭിമാനമുണ്ട്. നിന്നെപ്പോലത്തെ പെൺകുട്ടിയെ കൊണ്ട് ഞാനെങ്ങനെയാണ് ഇതൊക്കെ പിടിപ്പിക്കുന്നത്? എൻ്റെ ടാർഗറ്റായ 10 ബാസ്ക്കറ്റ് ഞാൻ തന്നെ കൊണ്ടുവന്നോളാം എന്നൊക്കെ അദ്ദേഹം ഗമയിൽ പറയുന്നു. അദ്ദേഹത്തിൻ്റെ പേര് തവോ എന്നാണ്. ഇദ്ദേഹം എപ്പോഴും ഇങ്ങനെ തന്നെയാണ്. അദ്ദേഹം സംസാരിക്കുന്ന ഭാഷ പോലും സാധാരണക്കാർക്ക് മനസ്സിലാവില്ല. അതേപോലെ വലിയ വലിയ സാഹിത്യകാരന്മാരെ പോലെയാണ് സംസാരിക്കുന്നത് എന്നൊക്കെ അവിടെ ഉണ്ടായിരുന്ന ഒരു സ്ത്രീ ഈ സമയം ഷാങ്ങുവിനോട് പറയുന്നുണ്ട്. അവളെന്തായാലും ഇതത്ര കാര്യമാക്കുന്നില്ല. അപ്പോഴേക്കും അവരെല്ലാവരെയും ആ പണിസ്ഥലത്തേക്ക് അവർ പറഞ്ഞയക്കുന്നുണ്ട്. അപ്പോഴും ഷാങ്ങു തവോയെ ഹെൽപ്പ് ചെയ്യാനായി ചെല്ലുന്നുണ്ടെങ്കിലും എനിക്കിതിൻ്റെ സഹായമൊന്നും വേണ്ടെന്ന് പറഞ്ഞ് അദ്ദേഹം തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. ഷാങ്ങുവിനെ കാണാൻ നല്ല ഭംഗിയായതുകൊണ്ട് അവിടെ ഉണ്ടായിരുന്ന ഒരു ഗുണ്ടാറ്റയും ഇവളെ നോട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. ഷാങ്ങു ഇതൊന്നും അറിയാതെ തവോയ്ക്കൊപ്പം ആ പണിസ്ഥലത്തേക്ക് പോകുന്നു. അവിടെ വലിയ പാറ പൊട്ടിച്ച് ചെറിയ കല്ലുകളാക്കി അത് വണ്ടിയിൽ കയറ്റി കൊണ്ടുവരുന്ന ജോലിയാണ് ഇവർക്കുള്ളത്. തവോ ഈ വീരവാദമൊക്കെ പറയുന്നുണ്ടെങ്കിലും അദ്ദേഹത്തിന് ജോലി ചെയ്യാൻ പറ്റുന്ന ഒരവസ്ഥയല്ല. നല്ല ടയേർഡായിരുന്നു. അദ്ദേഹം ഇങ്ങനെ കഷ്ടപ്പെട്ട് പണിയുന്നത് കണ്ടിട്ട് ആഹാരം കഴിച്ചിട്ട് കുറച്ച് ദിവസങ്ങളായി കാണുമെന്ന് തോന്നുന്നല്ലോ.
ഞാൻ ഹെൽപ്പ് ചെയ്യാമെന്ന് ഷാങ്യു പറയുന്നുണ്ടെങ്കിലും അപ്പോഴും എനിക്കറിയാൻ സഹായം വേണ്ട എന്ന് തന്നെ അദ്ദേഹം പറയുന്നു. ഷാങ്യു അവസാനം സഹിയായിട്ട് അദ്ദേഹത്തെ പൊക്കിയെടുത്ത് കുറച്ചപ്പുറത്തേക്ക് മാറ്റിയിരുത്തുന്നു. എന്നിട്ട് അദ്ദേഹത്തിൻ്റെ ബാസ്ക്കറ്റിൽ കല്ല് നിറയ്ക്കാൻ തുടങ്ങുന്നു. നീ ഒരു പെണ്ണായിട്ട് ഇത്രയ്ക്ക് സ്ട്രോങ് ആയത് എങ്ങനെയാണ് എന്നൊക്കെ തവ വിളിച്ച് ചോദിച്ചെങ്കിലും അവളൊന്ന് ചിരിച്ചതല്ലാതെ അതിന് പ്രത്യേകിച്ച് മറുപടിയൊന്നും പറയുന്നില്ല. അദ്ദേഹത്തെ കണ്ടിട്ട് ഒരു സ്കോളറിനെ പോലെ ഉണ്ടല്ലോ, എങ്ങനെയാണ് ഈ കരിങ്കൽ ക്വാറിയിൽ എത്തിപ്പെട്ടതെന്ന് ഷാങ്യു വിളക്കി ചോദിക്കുന്നു. ഞാൻ എൻ്റെ ശിഷ്യനെ അന്വേഷിച്ചാണ് ഈ അതിർത്തിയിലേക്ക് വന്നത്. ഭയങ്കരമായ മഴ കാരണം എനിക്ക് ഇടയ്ക്ക് യാത്ര തുടരാൻ പറ്റാതെയായി. അങ്ങനെ അവിടുത്തെ കയറി നിന്ന സമയത്താണ് ഈ പട്ടാളക്കാർ വന്ന് എന്നെ പിടികൂടി ഇവിടേക്ക് കൊണ്ടുവന്നത്. ആ വെയ്ഗുവൈ ആയിരിക്കും എൻ്റെ യാത്ര മുടക്കിയത് എന്നൊക്കെ അദ്ദേഹം പറയുന്നു. ഈ വെയ്ഗുവൈ ആരാണ് എന്ന് ഷാങ്യു ചോദിച്ചപ്പോൾ വേറെ ആരും ഇവിടുത്തെ പ്രൈം മിനിസ്റ്ററായിട്ടുള്ള വെയ്യുവാൻ തന്നെയെന്ന് ഈ തവോ പറയുന്നു. അത് കേട്ടതോടെ അദ്ദേഹത്തിന് ഭ്രാന്താണ് എന്നുള്ള രീതിയിൽ അവിടെ ഉണ്ടായിരുന്നവരെല്ലാവരും ചിരിക്കുന്നുണ്ട്. കാരണം ഇദ്ദേഹത്തെ പോലെ ഒരു വയസ്സായ ആളിന് പ്രൈം മിനിസ്റ്ററിനെ പരിചയമുണ്ട് എന്ന് പറയുന്നത് വെറുതെ പൊങ്ങച്ചല്ലാതെ പിന്നെ എന്താണ് എന്നാണ് എല്ലാവരും ചിന്തിക്കുന്നത്. വെയ്യാനെക്കുറിച്ച് പറഞ്ഞപ്പോൾ അദ്ദേഹം ഒരു തെറി കൂടി വിളിച്ചിരുന്നു. പക്ഷേ ഷാങ്യുവിന് അത് സാഹിത്യ ഭാഷയായതുകൊണ്ട് അതിൻ്റെ അർത്ഥം എന്താണെന്ന് മനസ്സിലാവുന്നില്ല. അവൾ അദ്ദേഹത്തിൻ്റെ അടുത്ത് എന്നിട്ട് ഇപ്പം പറഞ്ഞതിൻ്റെ അർത്ഥം എന്താണെന്ന് ചോദിക്കുന്നു. അതോടെ അവൾക്ക് വിദ്യാഭ്യാസം ഇല്ലയെന്ന് അദ്ദേഹത്തിന് മനസ്സിലാവുന്നുണ്ട്. പക്ഷേ അവൾ ആണുങ്ങളെക്കാൾ സ്ട്രോങ് ആയിട്ട് ഈ കല്ലൊക്കെ ഇങ്ങനെ പെറുക്കിക്കൊണ്ട് വണ്ടിയിൽ വെക്കുന്നത് അദ്ദേഹത്തെ ഇമ്പ്രസ് ചെയ്യിക്കുന്നു. ജോലി ചെയ്യുന്നവർക്ക് മാത്രമേ കൂലിയുള്ളൂ എന്നാണ് അവിടുത്തെ നിയമം. അവിടുത്തെ കൂലി എന്ന് പറയുന്നത് ഫുഡാണ്. ഇവരൊക്കെ അവർക്ക് പറഞ്ഞിരുന്ന ടാർഗറ്റ് തികച്ചിട്ട് ഫുഡ് കഴിക്കാനായി വന്ന് ലൈനായിട്ട് നിൽക്കുന്ന സമയത്ത് തവോയെ തള്ളി മാറ്റിയിട്ട് അവിടെ നേരത്തെ കാണിച്ച ആ ഗുണ്ടകളിൽ ഒരാൾ വന്ന് നിൽക്കുന്നുണ്ട്. ഇദ്ദേഹം വയസ്സായതുകൊണ്ട് തന്നെ എതിർക്കാൻ പറ്റില്ല എന്നുള്ള അഹങ്കാരമാണ് അവന്. ഷാങ്യു ഇതിനെക്കുറിച്ച് അപ്പുറത്തായി തന്നെ നിന്ന് ഇത് വാച്ച് ചെയ്യുന്നുണ്ടായിരുന്നു. അവൾ പാഞ്ഞെന്ന് അയാൾക്കിട്ടൊരു തട്ട് കൊടുക്കുന്നു. അവൻ തെറിച്ചു പോയൊരു സൈഡിലേക്ക് വീഴുന്നുണ്ട്. ആ ഗുണ്ടയ്ക്ക് ആകെ നാണക്കേടായെന്ന് പറയണ്ടല്ലോ. അവൻ ചാടി എന്നിട്ട് ഷാങ്യുവിനെ തല്ലാനായിട്ട് അങ്ങോട്ടേക്ക് വരുന്നുണ്ടെങ്കിലും അപ്പോഴേക്കും സൈനികർ അങ്ങോട്ടേക്ക് എത്തുന്നതിനാൽ അയാൾക്ക് ഒതുങ്ങേണ്ടി വരുന്നു. അയാളാണ് പ്രശ്നമുണ്ടാക്കി ഇടയ്ക്ക് ലൈനിൽ കയറി നിന്നതെന്ന് ഷാങ്യു പരാതി പറയുകയും ചെയ്തപ്പോൾ അയാളോട് പുറകിൽ പോയി നിൽക്കാൻ സൈനികർ ആവശ്യപ്പെടുന്നു. അങ്ങനെ അവൻ തൽക്കാലം അവിടെ നിന്ന് പോകുന്നുണ്ട്. ഷാങ്യുവിൻ്റെ സ്ട്രെങ്ത് കണ്ട് തവയൊക്കെ അമ്പരന്ന് വായും തുറന്ന് നിൽക്കുകയായിരുന്നു. ഇതൊക്കെ സിമ്പിൾ അല്ലേ എന്ന മട്ടിൽ ഷാങ്യു അദ്ദേഹത്തെ പിടിച്ച് തിരികെ ആ ലൈനിൽ നിർത്തിയിട്ട് അവൾ നേരത്തെ നിന്നിരുന്ന സ്ഥലത്ത് പോയി നിൽക്കുന്നുണ്ട്. ഫുഡ് കിട്ടിയപ്പോൾ അവൾ തൻ്റെ പങ്കിൽ നിന്ന് കുറച്ച് അദ്ദേഹത്തിന് നൽകുന്നു. അദ്ദേഹത്തെ പോലെ ഒരു സ്കോളർ ഇങ്ങനെ ഒരു സ്ഥലത്ത് വന്ന് കഷ്ടപ്പെടുന്നത് എന്തിനാണ് എന്ന് ഷാങ്യു വീണ്ടും അദ്ദേഹത്തോട് ചോദിക്കുന്നുണ്ട്. എന്ത് ചെയ്യാനാണ്, ഞാൻ എൻ്റെ ആ ശിഷ്യനെ അന്വേഷിച്ചിറങ്ങിയതാണ്. അവൻ ജീഷുവിലുണ്ട് എന്ന് അറിഞ്ഞുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത്. പക്ഷെ ഞാനിവിടെ എത്തുന്നതിന് മുമ്പ് അവൻ അവിടെ നിന്ന് സ്ഥലം വിട്ടു. അവനെ അന്വേഷിച്ച് ഷോങ്ഷുവിലേക്ക് പോകാമെന്ന് വിചാരിച്ചപ്പോൾ ഞാൻ ഇവരുടെ കയ്യിൽ പെടുകയും ചെയ്തു എന്ന് അദ്ദേഹം പറയുന്നു. ഇവൾ ആദ്യം കരുതിയത് അദ്ദേഹം ഈ പറയുന്നത് അദ്ദേഹത്തിൻ്റെ മകനെക്കുറിച്ചാണ് എന്നാണ്. പിന്നെയാണ് ശിഷ്യനെക്കുറിച്ചാണ് ഈ പറയുന്നതെന്ന് മനസ്സിലാവുന്നത്. അവൻ എനിക്ക് ഒരു മകനെ പോലെ തന്നെ ആണ് എന്നും അദ്ദേഹം പറയുന്നുണ്ട്. ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോൾ ഷാങ്യു യാൻഷിങ്ങിനെ കുറിച്ച് അദ്ദേഹത്തോടും പറയുന്നു. എൻ്റെ ഹസ്ബൻഡിനും വായിക്കാനും എഴുതാനും ഒക്കെ നന്നായി അറിയാമായിരുന്നു. അവനും ഒരു പകുതി സ്കോളറാണ് എന്ന് തന്നെ പറയാം. നിർഭാഗ്യവശാൽ അവൻ എൻ്റെ അടുത്ത് നിന്ന് പോകുന്നതിന് മുമ്പ് അവൻ എന്നെ പഠിപ്പിക്കാനൊന്നും പറ്റിയില്ല എന്നൊക്കെ അവൾ വിഷമത്തോടെ പറയുന്നു. അവൾ പറയുന്നത് കേട്ടപ്പോൾ തവ കരുതിയത് അവളുടെ ഹസ്ബൻഡ് മരിച്ചു എന്നാണ്. അതിന് അദ്ദേഹം ദുഃഖം രേഖപ്പെടുത്തുന്നുണ്ട്. അവൻ മരിച്ചിട്ടൊന്നുമില്ല, അവൻ യുദ്ധത്തിന് പോയിരിക്കുകയാണ് എന്ന് ഷാങ്യു പെട്ടെന്ന് തിരുത്തുന്നു. ഇവരിങ്ങനെ സംസാരിക്കുന്ന സമയത്ത് യാൻഷൻ അവൻ്റെ സ്ഥലത്തിരുന്നത് തുമ്മുന്നത് കാണിക്കുന്നുണ്ട്. ഷാങ്യു തവോയ്ക്കൊപ്പം ഇരുന്ന് ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് നേരത്തെ അവളെ നോട്ട് ചെയ്ത് വെച്ച ആ ഗുണ്ടകൾ ഇവളുടെ അടുത്തേക്ക് വരുന്നത്. ഈ നരകത്തിൽ ഞങ്ങൾ വന്ന് പെട്ടിട്ട് 2 മാസത്തോളം ആവുന്നു. ഇതിനിടയിൽ ഇത്രയും സുന്ദരിയായ ഒരു പെണ്ണിനെ കാണുന്നത് ആദ്യമായിട്ടാണ്. ഈ കിളവൻ്റെ കൂടെ വേറെ പാവാതെ ഞങ്ങൾക്കൊപ്പം പെയറായി കഴിഞ്ഞാൽ നിനക്ക് ഫുഡിൻ്റെ കാര്യത്തിൽ ഒട്ടും വിഷമിക്കേണ്ടി വരില്ല എന്നൊക്കെ അവർ അവളോട് പറയുന്നു. തവോയ്ക്ക് വയസ്സായെങ്കിലും ഇപ്പോഴും വീര്യത്തിന് കുറവൊന്നുമില്ല. അദ്ദേഹം ചാടി എണീറ്റ് അവന്മാരെ കുറേ രാജകീയമായ രീതിയിൽ വഴക്ക് പറയുന്നുണ്ട്. അദ്ദേഹം സ്കോളർ ആയതുകൊണ്ട് കൊട്ടാരത്തിലൊക്കെ സംസാരിക്കുന്ന രീതിയിലാണ് എപ്പോഴും സംസാരിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പറഞ്ഞത്. അവന്മാർ പക്ഷേ അതൊന്നും മൈൻഡാക്കാതെ അദ്ദേഹത്തെ തട്ടി ഒരു സൈഡിലേക്ക് എറിയാൻ തുടങ്ങുന്നു. ഷാങ്യു പെട്ടെന്ന് അദ്ദേഹത്തെ താങ്ങി പിടിച്ചിട്ട് ഞാൻ നിങ്ങളെപ്പോലെ ഒരുപാട് ഗുണ്ടകളെ കണ്ടിട്ടുണ്ട്, പക്ഷേ വയസ്സായവരെ ഇങ്ങനെ ഉപദ്രവിക്കുന്നവന്മാരെ ആദ്യമായിട്ട് കാണുകയാണ് എന്ന് അവരോടായി പറയുന്നു. ഞങ്ങൾ വേണമെങ്കിൽ ഇങ്ങനെ കാല് തല്ലിയൊടിക്കുമെന്ന് പറഞ്ഞ് ഇവന്മാർ കയറി റേസ് ആവാൻ തുടങ്ങുന്നു. ഈ സമയത്താണ് നമ്മുടെ ബാവോയും അവൻ്റെ ഗുണ്ട ടീമും കൂടി അങ്ങോട്ടേക്ക് വരുന്നത്. അവരും ഇതേ കൂരയിൽ തന്നെയായിരുന്നു കഴിഞ്ഞ 2 മാസമായി ജോലി ചെയ്തുകൊണ്ടിരുന്നത്. അവരെ കണ്ടപ്പോൾ ഷാങ്യുവിന് സന്തോഷവും സങ്കടവും എല്ലാം ഒരുമിച്ച് വരുന്നുണ്ട്. ഇവരിങ്ങനെ വരുന്നത് കണ്ടപ്പോൾ ഷാങ്യുവിൻ്റെ സൗന്ദര്യം കണ്ടിട്ട് അവളെ തട്ടിയെടുക്കാൻ വേണ്ടിയിട്ടാണ് ഇവന്മാർ വന്നിരിക്കുന്നതെന്നാണ് മറ്റേ ഗുണ്ടാ ടീം വിചാരിക്കുന്നത്. അതുകൊണ്ട് ഞങ്ങളാണ് ഇവളെ ആദ്യം കണ്ടത്, ആദ്യം കണ്ടവർക്കാണ് അവൾക്ക് അവകാശം എന്നൊക്കെ പറഞ്ഞ് അവർ ബാവയോടൊക്കെ തർക്കിക്കാൻ തുടങ്ങുന്നു. ഞാൻ നിൻ്റെയൊക്കെ ജീവൻ രക്ഷിക്കാനാണ് ശ്രമിക്കുന്നത്. നിൻ്റെയൊക്കെ ഡെഡ് ബോഡി ഇവിടെ നിന്ന് എടുത്തുകൊണ്ട് പോകാൻ എനിക്ക് ആഗ്രഹമില്ല. അതുകൊണ്ട് മര്യാദയ്ക്ക് ഇവിടുന്ന് പോകാൻ നോക്കാൻ ബാവ അവരോട് പറയുന്നു. എന്നിട്ട് ശരിയല്ലേ എന്ന് ഷാങ്യുവിനോട് ചോദിക്കുന്നുണ്ട്. അവനിങ്ങനെ ചോദിച്ചതും ഷാങ്യു അവിടെ നിന്ന് ഉറക്കെ കരയാൻ തുടങ്ങുന്നു. നീമാര് അവളെ ഉപദ്രവിച്ചു എന്ന് ചോദിച്ച് ബാവുവും ഗുണ്ടാളും കൂടി മറ്റേ ഗുണ്ടാളെ ശരിയാക്കുന്നുണ്ട്. ഈ ബഹളം കേട്ടുകൊണ്ട് ആരാണ് അവിടെ പ്രശ്നം ഉണ്ടാക്കുന്നതെന്ന് ചോദിച്ച് കുറേ സൈനികർ അങ്ങോട്ടേക്ക് വരുന്നു. അതോടെ ഇവരെല്ലാം ഓടി വിളിക്കുന്നുണ്ട്. തവോ മാത്രം അവിടെ ബാക്കിയാവുന്നുണ്ട്. എന്നെ കൂടി കൊണ്ടുപോകാൻ അദ്ദേഹം വിളിച്ചു പറഞ്ഞപ്പോൾ അവന്മാർ തിരികെ ചെന്ന് അദ്ദേഹത്തെ കൂടി പൊക്കി എടുത്തുകൊണ്ട് പോകുന്നു.
ജോലിസ്ഥലത്ത് വെച്ച് ഇവർക്ക് അങ്ങനെ തമ്മിൽ സംസാരിക്കാനൊന്നും അധികം സമയം കിട്ടുന്നില്ല. ജോലിയൊക്കെ കഴിഞ്ഞ് തിരികെ അവർ താമസിക്കുന്ന ക്യാമ്പിലെത്തിയപ്പോൾ രാത്രി പൂച്ച കരയുന്ന ശബ്ദം കേൾക്കുമ്പോൾ പുറത്തേക്ക് ഇറങ്ങി വരണമെന്ന് പാവ അവളോട് പറഞ്ഞിട്ടാണ് പോകുന്നത്. അന്ന് രാത്രി എല്ലാവരും ഉറക്കമായപ്പോൾ മാൻതി അവിടെ കാവൽ നിൽക്കുന്ന സൈനികരുടെ ഒന്നും കണ്ണിൽ പെടാതെ ഒളിച്ച് ഷാങ്യോ കിടക്കുന്ന റൂമിനടുത്തെത്തി പൂച്ച കരയുന്നത് പോലെ ശബ്ദമുണ്ടാക്കുന്നു. ഷാങ്യോ അത് പ്രതീക്ഷിച്ച് കിടക്കുകയായിരുന്നു. അവൾ ഒരു ചെറിയ ബോക്സും എടുത്തുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങി ചെല്ലുന്നുണ്ട്. അവിടെ ഉപയോഗശൂന്യമായിട്ടുള്ള ഒരു സ്ഥലത്ത് ഇവർ എല്ലാവരും കൂടി ഒരുമിച്ച് കൂടുന്നു. കാവൽക്കാരൊക്കെ അതുവഴി പോകുന്നുണ്ടെങ്കിലും അവരൊന്നും കണ്ണിൽപ്പെടാതെ അവർക്ക് അവിടെ ഇരുന്ന് സംസാരിക്കാനുള്ള ചാൻസ് കിട്ടുന്നുണ്ട്. ഭാവിയിൽ നമുക്ക് ഇവിടെ ഒരുമിച്ച് കൂടി പരസ്പരം കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യാമെന്ന് ബാവ അവളോട് പറയുന്നു. ഷാങ്യോ തൻ്റെ കയ്യിലുണ്ടായിരുന്ന ബോക്സ് എടുത്ത് അവർക്ക് മുന്നിലേക്ക് വെക്കുന്നുണ്ട്. അതിലുണ്ടായിരുന്ന സാധനങ്ങൾ കണ്ടപ്പോൾ പരിചയമുള്ളതുപോലെ മാനുവിന് തോന്നുന്നു. അവൻ നോക്കിയപ്പോൾ അവൻ്റെ അമ്മയുടെ ഹെയർ പിൻ അതിനകത്തുണ്ടായിരുന്നു. അവനത് കയ്യിലെടുത്തിട്ട് ഇതെൻ്റെ അമ്മയുടെ അല്ലേ, ഇതെങ്ങനെ ഇതിനുള്ളിൽ വന്നു ചോദിക്കുന്നുണ്ട്. അപ്പോഴേക്കും മാൻതിയും അങ്ങോട്ടേക്ക് വന്ന് നോക്കുന്നു. അവൻ്റെ പെങ്ങളുടെ ഒരു സാധനവും അതിലുണ്ടായിരുന്നു. ഇത് എൻ്റെ പെങ്ങളുടേതാണല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് അവൻ അതും കയ്യിലെടുക്കുന്നുണ്ട്. അവൻ അവൾക്ക് ഒരു ബർത്ത്ഡേക്ക് ഗിഫ്റ്റ് നൽകിയതായിരുന്നു അത്. ഇതൊക്കെ അവളുടെ കയ്യിൽ എങ്ങനെ വന്നുവെന്ന് അവർ ഒന്നും മനസ്സിലാവാതെ ചോദിക്കുന്നു. ഷാങ്യോ കരഞ്ഞുകൊണ്ടാണ് അതിന് മറുപടി നൽകുന്നത്. ആ ഗ്രാമത്തിൽ നടന്ന ദുരന്തത്തെപ്പറ്റി അവൾ അവരോട് പറയുന്നു. അന്ന് കൊള്ളക്കാരുടെ ആക്രമണത്തിൽ ഒരുപാട് പേർ കൊല്ലപ്പെട്ടു, ഒരുപാട് പേർക്ക് പരിക്ക് പറ്റി, ഒരുപാട് വീടുകളൊക്കെ നശിപ്പിച്ചു. ഇപ്പോൾ വളരെ കുറച്ച് ആളുകൾ മാത്രമേ അവിടെ ഉള്ളൂ എന്നൊക്കെ അവൾ പറഞ്ഞപ്പോൾ തൻ്റെ അനിയത്തിക്ക് എന്തെങ്കിലും സംഭവിച്ചോ എന്ന് മാൻതി പേടിയോടെ ചോദിക്കുന്നു. അവളുടെ ജീവന് ആപത്തൊന്നും പറ്റിയിട്ടില്ല. പക്ഷെ അന്ന് ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതിനിടയിൽ അവളുടെ കാലിന് പരിക്ക് പറ്റി. ഇപ്പോൾ കിടപ്പിലാണ്. അവളുടെ വലതുകാൽ നഷ്ടപ്പെടുമെന്നാണ് ഡോക്ടർ പറഞ്ഞത്. അവൾ നിന്റെ വരവിനായി കാത്തിരിക്കുമെന്ന് നിന്നോട് പറയാനായി എന്നെ പറഞ്ഞ് ഏൽപ്പിച്ചതാണ് എന്നും ഷാങ്യോ അവനോട് പറയുന്നുണ്ട്. എൻ്റെ അമ്മയ്ക്ക് എന്താണ് സംഭവിച്ചതെന്ന് മാനു അപ്പോൾ ചോദിക്കുന്നു. അവൻ്റെ അമ്മ പേടിച്ച് തളർന്നുപോയി, അവരെ രക്ഷിക്കാൻ സാധിച്ചില്ല എന്ന് ഷാങ്യോ കരഞ്ഞുകൊണ്ട് പറയുന്നു. മരിക്കുന്നതിന് മുമ്പ് ജീവിതത്തിൽ എന്തൊക്കെ പ്രശ്നങ്ങൾ വന്നാലും അതിനൊക്കെ നേരിട്ട് ധൈര്യത്തോടെ മുന്നോട്ട് പോകണമെന്ന് നിന്നോട് പറയാനായി നിന്റെ അമ്മ എന്നെ പറഞ്ഞ് ഏൽപ്പിച്ചിരുന്നുവെന്നും അവൾ കരഞ്ഞുകൊണ്ട് പറയുന്നു. ഇത്രയും ആയപ്പോൾ ബാവോ വേഗം ആ ബോക്സിനുള്ളിൽ തൻ്റെ മുത്തശ്ശിയുടെ എന്തെങ്കിലും സാധനമുണ്ടോ എന്ന് തിരയുന്നു. പക്ഷെ അവനൊന്നും കണ്ടെത്താൻ സാധിക്കുന്നില്ല. എൻ്റെ മുത്തശ്ശി എവിടെ, മുത്തശ്ശിക്ക് എങ്ങനെയുണ്ട് എന്ന് അവൻ അവളോട് ചോദിക്കുന്നുണ്ട്. നിന്റെ മുത്തശ്ശി ഇപ്പോഴും ജീവനോടെ ഉണ്ട്. പക്ഷേ അന്നത്തെ സംഭവത്തിൽ മുത്തശ്ശിയുടെ തലയ്ക്ക് പരിക്ക് പറ്റി. അതുകൊണ്ട് മുത്തശ്ശിക്ക് ഇപ്പോൾ ഓർമ്മയില്ല, ആരെയും തിരിച്ചറിയാൻ കഴിയുന്നില്ല എന്ന് ഷാങ്യോ വിഷമത്തോടെ അറിയിക്കുന്നു. ഷാങ്യോനെ മിസ്സായതും 2 മാസമായിട്ട് അന്വേഷിച്ചിട്ടും ഇതുവരെയും ഒരു വിവരം പോലും കിട്ടാത്തതുമൊക്കെ ഷാങ്യോ കരഞ്ഞുകൊണ്ട് അവരോട് പറയുന്നുണ്ട്. എല്ലാം കേട്ടു കഴിഞ്ഞപ്പോൾ ഇതാരാണ് ചെയ്തതെന്ന് ബാവോ അന്വേഷിക്കുന്നു. ആ കൊള്ളസങ്കേതത്തെക്കുറിച്ച് അവൾ പറയുന്നുണ്ട്. അവരാണ് ഇത് ചെയ്തത്, പക്ഷേ ഇതിന് പിന്നിൽ സുയാൻ സിംഗ് ആണ് എന്നും അവൾ അവരെ അറിയിക്കുന്നു. എന്തായാലും അവനോട് പ്രതികാരം ചെയ്യണമെന്ന് അവരെല്ലാവരും കൂടി പറയുന്നുണ്ട്. ബാവോ അപ്പോൾ തന്നെ അവനെ കൊല്ലാൻ പോകാനായി ചാടി എഴുന്നേൽക്കുന്നുണ്ടെങ്കിലും ഷാങ്യോ അവനെ തടയുന്നു. ഉറപ്പായിട്ടും നമ്മൾ അവനോട് പ്രതികാരം ചെയ്യും, പക്ഷേ അതിപ്പോഴല്ല. അതിനു മുമ്പേ നമുക്ക് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ചെയ്തു തീർക്കാനുണ്ട്. അവിടെ നിന്ന് ഒരുപാട് പേർ പല സ്ഥലങ്ങളിലേക്കും ഓടിപ്പോയിരുന്നു. അവരെയൊക്കെ കണ്ടെത്തി സേഫായിട്ട് നമുക്ക് നമ്മുടെ ഗ്രാമത്തിൽ തിരിച്ചെത്തിക്കണം. എന്നാൽ മാത്രമേ അവിടം പഴയതുപോലെ ആവുകയുള്ളൂ എന്നവൾ പറയുന്നു. ബാവോ തൽക്കാലം അടങ്ങുന്നുണ്ട്. പക്ഷേ അവർക്കെല്ലാവർക്കും തിരികെ പോകാനുള്ള പ്രതീക്ഷ നഷ്ടപ്പെട്ടതുപോലെ ആയിരിക്കുന്നു. ഇന്ന് നമ്മൾ തിരിച്ചു പോയാലും അവിടെ ആരുണ്ട് എന്ന് അവർ വിഷമത്തോടെ ചോദിക്കുന്നു. അങ്ങനെ പ്രതീക്ഷ കൈവിടരുത്. അവിടെ ഇപ്പോഴും കുറച്ച് പേർ ജീവനോടെ ബാക്കിയുണ്ട്. അവരെല്ലാവരും നമ്മൾ തിരികെ ചെല്ലുന്നതും കാത്തിരിക്കുകയാണ്. അവർക്ക് വേണ്ടി നമ്മൾ തിരികെ ജീവനോടെ അവിടെ ചെല്ലണം, അവർക്ക് വേണ്ടി ജീവിക്കണം എന്നൊക്കെ പറഞ്ഞ് അവൾ അവരെ ഇൻസ്പയർ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. ആദ്യം നമുക്ക് പ്രതികാരം വീട്ടാം, എന്നിട്ട് തിരികെ അങ്ങോട്ടേക്ക് തന്നെ പോവാമെന്ന് ബാവോ സമ്മതിക്കുന്നു. പിന്നെ മാർക്കിസ് തങ്ങൾക്ക് വേണ്ടി ആ കൊള്ള സങ്കേതത്തെ നശിപ്പിച്ച കാര്യവും ഷാങ്യോ അവരോട് പറയുന്നുണ്ട്. തങ്ങളുടെ ഗ്രാമത്തിൽ ആ കൊല്ലപ്പെട്ടവരുടെ എല്ലാം ആത്മശാന്തിക്ക് വേണ്ടി അവർ ഒരുമിച്ച് പ്രാർത്ഥിക്കുകയും അവർക്ക് വേണ്ടി പ്രതികാരം ചെയ്യുമെന്ന് പ്രതിജ്ഞ എടുക്കുകയും ചെയ്യുന്നുണ്ട്. അതിനുശേഷം എല്ലാവരും അവിടെയൊക്കെ തന്നെ ഇരുന്നുറങ്ങുന്നു. ഷാങ്യോവും അവിടെ കിടന്ന് ചെറുതായെന്ന് മയങ്ങുന്നുണ്ട്. ഈ സമയത്ത് ഇതിന് മുകളിൽ ഉണ്ടായിരുന്ന സ്ഥലത്ത് നിന്ന് താവോ താഴേക്കിറങ്ങി വരുന്നു. അദ്ദേഹം ഇവരുടെ അടുത്തേക്ക് വന്ന് ഇവരെയൊക്കെ നോക്കുന്നുണ്ട്. ഷാങ്യോ അങ്ങനെ കിടക്കുന്നത് കണ്ടപ്പോൾ അവൾ പുതച്ചിരുന്ന തുണി അദ്ദേഹം പിടിച്ച് നേരെ ഇട്ട് കൊടുക്കുന്നുണ്ട്. പക്ഷേ ആ സമയത്ത് അവൾ ഉണരുന്നു. ആദ്യം ആരാണെന്നറിയാതെ അവൾ പെട്ടെന്ന് ചാടി എഴുന്നേൽക്കുന്നുണ്ട്. പേടിക്കേണ്ട കാര്യമില്ല, ഞാനാണ് എന്ന് അദ്ദേഹം പറഞ്ഞപ്പോൾ അവൾക്ക് ആശ്വാസമാവുന്നു. അദ്ദേഹം എങ്ങനെ അവിടെ എത്തിയെന്നും അവൾ ചോദിക്കുന്നുണ്ട്. ഇതിന് മുകളിലായിട്ട് ശാന്തമായിട്ടുള്ള ഒരു സ്ഥലം കണ്ടുപിടിച്ച് ഞാൻ കുറച്ച് വായിക്കാനായി പോയിരുന്നതാണ്. നിങ്ങളെ ഇവിടെ വെച്ച് കാണുമെന്ന് ഞാൻ ഒട്ടും പ്രതീക്ഷയല്ല എന്ന് അദ്ദേഹം പറയുന്നു. തങ്ങൾ കാരണം ബുദ്ധിമുട്ടായെന്ന് അവൾ ചോദിച്ചെങ്കിലും കുഴപ്പമില്ല എന്ന് പറഞ്ഞ് അവിടെ ഇരുന്ന് അദ്ദേഹം അവളോട് സംസാരിക്കുന്നുണ്ട്. ഇവർ നേരത്തെ പറഞ്ഞതൊക്കെ അദ്ദേഹം കേട്ടിരുന്നു. അതുകൊണ്ട് തന്നെ നിന്റെ സിസ്റ്ററെ ഇതുവരെ കണ്ടുപിടിക്കാൻ സാധിച്ചിട്ടില്ല, നിന്റെ ഗ്രാമത്തിലുള്ളവരെ മുഴുവൻ കൊന്നൊടുക്കിയിരിക്കുന്നു, നീ ഇവിടെ പെട്ട് കിടക്കുന്നു, എന്നിട്ടും നിനക്ക് എങ്ങനെയാണ് ഇത്ര സമാധാനത്തെ ഇവിടെ കിടന്ന് ഉറങ്ങാൻ പറ്റുന്നതെന്ന് അദ്ദേഹം ചോദിക്കുന്നുണ്ട്. ആകാശം ഇടിഞ്ഞു വീണാലും അത് താങ്ങിപ്പിടിക്കാനായി നമ്മളെക്കാൾ പൊക്കമുള്ള ആരെങ്കിലും കാണുമെന്ന് എൻ്റെ അച്ഛനും അമ്മയും ജീവിച്ചിരുന്ന സമയത്ത് അവർ പറഞ്ഞു തന്നിട്ടുണ്ട്. എന്തൊക്കെ സംഭവിച്ചാലും നമ്മൾ നന്നായി ഫുഡ് കഴിക്കുകയും നന്നായി ഉറങ്ങുകയും നന്നായി ജീവിക്കുകയും ചെയ്യാൻ ശ്രമിക്കണം എന്നവൾ പറയുന്നു. നിന്റെ പേരൻസിന് വിദ്യാഭ്യാസം കുറവാണെങ്കിലും വിവരമുണ്ടെന്നാണ് തോന്നുന്നതെന്ന് അദ്ദേഹം അത് കേട്ടപ്പോൾ പറയുന്നു. പിന്നെ ബാവോയൊക്കെ പറ്റി ചോദിക്കുന്നുണ്ട്. അവന്മാരുമായിട്ട് എങ്ങനെയാണ് പരിചയം, അവന്മാരെങ്ങനെയാണ് ഇവൾ പറയുന്നതൊക്കെ അനുസരിക്കുന്നതെന്നൊക്കെ അദ്ദേഹം ചോദിച്ചപ്പോൾ ആദ്യം തൻ്റെ വീട്ടിൽ അവന്മാർ
ഗുണ്ടകളായിട്ട് വന്ന ആരുമൊക്കെ ഷാങ്യു ചെറുതായിട്ട് അദ്ദേഹത്തോട് പറയുന്നു. ഇപ്പോൾ അവർ തനിക്ക് സ്വന്തം കുടുംബത്തെ പോലെയാണ് എന്നും അവൾ പറയുന്നുണ്ട്. ഇത് കേട്ടപ്പോൾ അവർക്ക് 4 പേർക്കും സന്തോഷമാവുന്നു. 4 പേരും ഉറങ്ങാതെ ഇങ്ങനെ അവർ പറയുന്നതൊക്കെ കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. പിന്നെ അവരുടെ സംസാരം അദ്ദേഹത്തിൻ്റെ സ്റ്റുഡൻറ്റിനെ പറ്റി ആവുന്നു. എൻ്റെ ശിഷ്യനും നിന്നെ പോലെ തന്നെയാണ്. നീ വിവാഹം കഴിച്ചില്ലായിരുന്നെങ്കിൽ അവന് വേണ്ടി വിവാഹം ആലോചിക്കാമായിരുന്നു എന്നൊക്കെ അദ്ദേഹം പറയുന്നുണ്ട്. എൻ്റെ ഭർത്താവും അത്ര മോശമൊന്നുമല്ല, അവനും ആളും മിടുക്കനാണ്, എനിക്കവനെ ഭയങ്കര ഇഷ്ടമാണ് എന്നൊക്കെ ഷാങ്യു തിരിച്ചു പറയുന്നു. ഈ തവോ പറയുന്ന അദ്ദേഹത്തിൻ്റെ സ്റ്റുഡൻറ്റ് ശരിക്കും യാൻ ഷെങ് തന്നെയാണ്. പക്ഷേ അദ്ദേഹം അവൻ്റെ പേര് പറയുന്നത് ജ്യൂഹൻ എന്നാണ്. അതുകൊണ്ടാണ് ഷാങ്യുവിന് തിരിച്ചറിയാൻ പറ്റാത്തത്. പിന്നെ അവൾ ഈ പറയുന്ന യാൻ ഷെങ് എന്ന പേര് അവൻ്റെ ശരിക്കുള്ള പേരും അല്ലല്ലോ. അതുകൊണ്ട് 2 പേരും ഒരാളെക്കുറിച്ച് തന്നെയാണ് പറയുന്നതെന്ന് ഇവർക്ക് മനസ്സിലാവുന്നില്ല. പക്ഷേ പുറത്ത് കേട്ടുകൊണ്ടിരിപ്പുണ്ടായിരുന്ന മാൻതിക്ക് ഇവർ 2 പേരും പറയുന്നത് ഒരാളെ പറ്റി തന്നെയാണോ എന്ന സംശയം തോന്നുന്നുണ്ട്. ഷാങ്യുവിൻ്റെ മാട്രിലോക്കൽ ഹസ്ബൻഡും ഇദ്ദേഹത്തിൻ്റെ സ്റ്റുഡൻറ്റും ഒരാൾ തന്നെയാണെന്നാണ് തോന്നുന്നതെന്ന് അവൻ അവിടെ ഇരുന്ന് പതുക്കെ പറയുന്നത് തവോ കേൾക്കാനിടയാവുന്നു. അങ്ങനെ അവളുടെ ഹസ്ബൻഡ് ഒരു മാട്രിലോക്കൽ ഹസ്ബൻഡാണ് എന്ന് അദ്ദേഹം അറിയുന്നു. അതിനെ അദ്ദേഹം കളിയാക്കി പറയുകയും ചെയ്യുന്നുണ്ട്. യാൻ ഷെങ് ഈ സമയമെല്ലാം ഇരുന്ന് തുമ്മി ഒരു പരുവാവുന്നുണ്ട്. ഒരു കാര്യവുമില്ലാതെ അവനിങ്ങനെ തുമ്മുന്നത് കേട്ടുകൊണ്ട് അവിടേക്ക് വന്ന സുൻ ആരോ നിന്നെ പറ്റി പറയുന്നുണ്ടെന്നാണ് തോന്നുന്നത്. ഏത് സുന്ദരിയായിരിക്കും നിന്നെക്കുറിച്ച് ഇങ്ങനെ പറയുന്നതെന്നൊക്കെ അവനെ കളിയാക്കി ചോദിക്കുന്നു. യാൻ ഷെങ് അവനെ ഓടിച്ചു വിടുന്നുണ്ട്. ഷിയാൻ തൽക്കാലം എതിർപ്പൊക്കെ അവസാനിപ്പിച്ച് ഷീ പറയുന്നത് പോലെ ഡ്രസ്സൊക്കെ ചെയ്ത് അവിടെ താമസിക്കുന്നുണ്ടെങ്കിലും ഇപ്പോഴും അവൾ അവിടെ ആരുമായിട്ടും സഹകരിക്കുന്ന രീതിയിലല്ല. നാനി അവളുടെ അടുത്തേക്ക് വന്ന് അവളോട് സംസാരിച്ച് നോക്കുന്നുണ്ട്. അവളെ മാഡം എന്ന് വിളിച്ചാണ് അവർ സംസാരിക്കുന്നത്. ഞാൻ ഈ വീട്ടിലെ മാഡം ഒന്നുമല്ല, നിങ്ങളെപ്പോലെ ഒരു ജോലിക്കാരി മാത്രമാണ് എന്ന് പറഞ്ഞ് അവൾ ദേഷ്യപ്പെട്ടപ്പോൾ ഇവിടുത്തെ മാഡം ആവാൻ ശ്രമിച്ചാൽ മാത്രമേ അവളുടെ മകനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ പറ്റുകയുള്ളൂ എന്ന് ഞാൻ അവളോട് പറയുന്നു. അത് കേട്ടപ്പോൾ ഷിയാൻ അവർ പറയുന്നത് ശ്രദ്ധിക്കുന്നുണ്ട്. ബാവറയും ഷാങ്ങിങ്ങിനെയും അവർ അങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവരികയും ചെയ്തിരുന്നു. അവരെ കണ്ടപ്പോൾ ഷിയാൻ കരഞ്ഞുകൊണ്ട് ചേർത്ത് പിടിക്കുന്നുണ്ട്. എന്തിനാണ് തന്നെ ഇങ്ങനെ സഹായിക്കുന്നതെന്ന് നാനിയോട് ചോദിക്കുകയും ചെയ്യുന്നു. ബാവർ ഷിയുടെ മകനായതുകൊണ്ട് തന്നെ രാജകുടുംബത്തിലെ അംഗമാണ്. രാജാവിൻ്റെ ബ്ലഡ് ലൈൻ പ്രൊട്ടക്റ്റ് ചെയ്യുക എന്നുള്ളത് തൻ്റെ ഡ്യൂട്ടിയാണ് എന്നവർ പറയുന്നു. എന്തായാലും ഷിയാൻ എതിർപ്പൊക്കെ അവസാനിപ്പിച്ച് ഷാങ്ങിങ്ങിൻ്റെയും ബാവറുടെയും കൂടെ അവിടെ നിന്ന് കണ്ണുകെട്ടി കളിക്കുകയും മറ്റും ചെയ്യുന്നുണ്ട്. 2 സൈക്കോയും കൂടി ഈ സമയത്ത് അതുവഴി പാസ് ചെയ്ത് പോകുന്നുണ്ട്. ഇവരിങ്ങനെ കളിക്കുന്നത് കണ്ടുകൊണ്ട് ഓക്കെ അവരിപ്പോൾ എത്ര ഹാപ്പിയാണെന്ന് കണ്ടോ എന്നൊക്കെ ഷീ അനിയനോട് പറയുന്നു. ഭാവിയിൽ ഞാനും ഇതേപോലെ എന്നെ ഇഷ്ടപ്പെടുന്ന ഒരു പെണ്ണിൻ്റെയും എൻ്റെ മകൻ്റെയും ഒക്കെ ഒപ്പം സന്തോഷത്തോടെ ഇവിടെ കഴിയുമെന്ന് അനിയൻ അപ്പോൾ അവൻ്റെ ആഗ്രഹം പറയുന്നുണ്ട്. നീ വിഷമിക്കേണ്ടടാ, അങ്ങനെ ഒരു ദിവസം ഉണ്ടാവുമെന്ന് പറഞ്ഞ് ചേട്ടൻ അവനെ സമാധാനിപ്പിക്കുന്നു. ശരിക്കും പറഞ്ഞാൽ ഇതൊക്കെ ഷിയാൻ്റെ ഒരു ട്രിക്കായിരുന്നു. അവൾ കുറച്ച് മുമ്പ് കുട്ടികളോട് നമ്മളിങ്ങനെ ഒരു കളി കളിക്കാൻ പോവുകയാണ്, നമ്മളിവിടെ ഹാപ്പിയാണ് എന്ന് മറ്റുള്ളവരെ ബോധ്യപ്പെടുത്താൽ മാത്രമേ നമുക്കൊരു അവസരമുണ്ടാക്കി ഇവിടെ നിന്ന് രക്ഷപ്പെടാൻ പറ്റുകയുള്ളൂ എന്നൊക്കെ പറഞ്ഞ് ഏൽപ്പിച്ചിരുന്നു. എന്നിട്ട് ഇങ്ങനെ അഭിനയിക്കാൻ അവൾ പറഞ്ഞതാണ്. അതാണ് ഇവർ 3 പേരും കൂടി അവിടെ ചെയ്തുകൊണ്ടിരുന്നത്. ഇവരവിടെ നിൽക്കുന്നത് കണ്ടപ്പോൾ അവരോട് ഹായ് പറയാനൊക്കെ ഷിയാൻ അവരോട് പറയുന്നു. അങ്ങനെ കുട്ടികൾ 2 പേരും കൂടി ഇവരെ കൈ ഉയർത്തി കാണിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷെ ഷിയാനൊന്നും അത്ര കാര്യമാക്കാതെ അവിടെ നിന്ന് പോകുന്നു. അന്ന് അവൻ കുളിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഷിയാൻ ആ ബാത്ത് ടബിലേക്ക് ഇറങ്ങി ചെല്ലുന്നുണ്ട്. എന്നിട്ട് അങ്ങോട്ട് ഇൻട്രസ്റ്റ് കാണിച്ച് അവനെ കിസ് ചെയ്യുന്നു. ഒരുപാട് കാലമായിട്ട് എനിക്ക് ഇങ്ങനത്തെ ഫീലിങ്സ് ഒന്നും ഇല്ലാതിരിക്കുകയാണ് എന്ന് പറഞ്ഞ് അവൻ അവളുടെ അടുത്തേക്ക് ചെന്നപ്പോൾ അവൾ പക്ഷെ ഒഴിഞ്ഞു മാറി പുറകിലോട്ട് പോകുന്നുണ്ട്. എന്നിട്ട് അവിടെ നിന്നുകൊണ്ട് അവനെ അടുത്തേക്ക് വിളിക്കുന്നു. അവൻ അടുത്തേക്ക് നിന്ന് വീണ്ടും അവളെ കിസ് ചെയ്യാനായി തുടങ്ങുന്നുണ്ട്. പക്ഷെ അപ്പോഴും അവൾ അവനെ തടഞ്ഞിട്ട് നീ ചെയ്യുന്നത് തെറ്റായിട്ടാണ്, ഇനി നീ ചെയ്യേണ്ടത് ഈ ജെയ്ഡ് പെൻഡന്റ് എൻ്റെ മുഖത്തേക്ക് എറിഞ്ഞിട്ട് ഇതെനിക്കുള്ള സമ്മാനമാണെന്ന് പറയുകയാണ് എന്നവൾ പറയുന്നു. 7 വർഷമായിട്ടും നീ ഇതൊന്നും മറന്നില്ലേ എന്ന് ചോദിച്ച് അവൻ അവളെ കിസ് ചെയ്യുന്നു. ഞാനല്ലാതെ വേറെ ആണുങ്ങൾ ആരെങ്കിലും നിൻ്റെ അടുത്ത് വന്നിട്ടുണ്ടോ എന്ന് ഇടയ്ക്ക് ചോദിക്കുന്നുണ്ട്. വേറെ ആരുമില്ല, നീ മാത്രമേ ഉള്ളൂ എന്ന് അവൻ പറഞ്ഞപ്പോൾ നീ കള്ളിയാണ് എന്ന് പറഞ്ഞ് അവൻ വീണ്ടും അവളെ കിസ് ചെയ്യുന്നുണ്ട്. ഇതിനിടയിൽ ആ 7 വർഷങ്ങൾക്ക് മുമ്പ് എന്താണ് ശരിക്കും സംഭവിച്ചതെന്ന് കാണിക്കുന്നുണ്ട്. അന്ന് ഇവൻ താമസിച്ചിരുന്ന സ്ഥലത്ത് പെട്ടെന്ന് ഒരു ഭയങ്കരമായ തീപിടുത്തമുണ്ടായി. ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയാതെ ഇവൻ പേടിച്ച് നിലവിളിക്കുന്നു. അതിനിടയിൽ അവിടെ ഉണ്ടായിരുന്ന ഒരു കുളത്തിലേക്ക് വീഴുകയും ചെയ്യുന്നു. ഈ സമയത്ത് ഷിയാൻ ആ കുളത്തിലേക്ക് ചാടി അവനെ രക്ഷപ്പെടുത്തുന്നു. കരയ്ക്കൊണ്ട് കിടത്തിയ ശേഷം അവൾ അവനെ വിളിച്ചുണർത്താനൊക്കെ ശ്രമിക്കുന്നുണ്ട്. ഇവൻ ആ സമയത്ത് മാസ്ക് ധരിച്ചിട്ടുണ്ട്. അവൻ ചെറുതായിട്ട് കണ്ണു തുറന്ന് ഇവളെ കാണുകയും ചെയ്യുന്നു. പക്ഷെ അപ്പോഴും അവന് ബോധം വീണതായിട്ട് അവൾക്ക് മനസ്സിലാവുന്നില്ല. അതുകൊണ്ട് അവനെ രക്ഷപ്പെടുത്തുന്നതിന് വേണ്ടി അവൾ CPR കൊടുക്കുന്നു. അതോടെ അവൻ ഓക്കെ ആവുന്നുണ്ട്. ഒരാളുടെ ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞതിൽ അവൾക്ക് ആശ്വാസമാവുന്നു. ദൈവം എന്തായാലും എനിക്കിതിൻ്റെ അനുഗ്രഹം തരുമെന്ന് പറഞ്ഞ് സന്തോഷത്തോടെയാണ് അവൾ അവിടെ നിന്ന് പോകാൻ തുടങ്ങുന്നത്. എന്തായാലും നീ ഇത്തവണ രക്ഷപ്പെട്ട സ്ഥിതിക്ക് ഇനി നന്നായി ജീവിക്കാൻ അവനെ ഉപദേശിച്ചിട്ടാണ് അവൾ അവിടെ നിന്ന് പോകുന്നത്. പക്ഷെ അധിക സമയം കഴിയുന്നതിന് മുമ്പ് തന്നെ അവളെ അവൻ്റെ ആൾക്കാർ പിടികൂടി അവൻ്റെ മുന്നിലെത്തിക്കുന്നു. അവിടെ എത്തിക്കഴിഞ്ഞപ്പോഴാണ് അവനാണ് തന്നെ ഇങ്ങനെ പിടിച്ചുകൊണ്ട് വന്നിരിക്കുന്നതെന്ന് അവൾക്ക് മനസ്സിലാവുന്നത്. അന്നാണ് ആ ജെയ്ഡ് പെൻഡന്റ് അവളുടെ മുന്നിലേക്ക് ഇട്ടിട്ട് ഇത് നിനക്കുള്ള സമ്മാനമാണ് എന്ന് അവൻ പറയുന്നത്. ഇതിൽ നിന്ന് നിങ്ങൾക്ക് എന്ത് മനസ്സിലായി? ആരെങ്കിലും അപകടത്തിൽപ്പെടുന്നത് കാണുകയാണെങ്കിൽ വെറുതെ ആവശ്യമില്ലാതെ സഹായിക്കാൻ പോകരുത്. പോയി കഴിഞ്ഞാൽ ഇങ്ങനെ പല ആപത്ത് സംഭവിക്കും.
കഴിഞ്ഞ 7 വർഷത്തിനിടയിൽ എപ്പോഴെങ്കിലും നീ എന്നെപ്പറ്റി ചിന്തിക്കാറുണ്ടായിരുന്നോ എന്ന് ഇടയ്ക്ക് അവൻ അവളോട് ചോദിക്കുന്നുണ്ട്. പിന്നെ എല്ലാ ദിവസവും രാത്രി ഞാൻ നിന്നെ സ്വപ്നം കണ്ടല്ലേ ഉറങ്ങാറ് എന്നവൾ പറഞ്ഞപ്പോൾ എന്തായാലും നീ എന്നെപ്പറ്റി ചിന്തിക്കാതിരിക്കുന്നതിനേക്കാൾ ഭേദമാണ് അത് എന്ന് അവൻ പറയുന്നു. എന്നിട്ട് അവളെ വീണ്ടും കിസ് ചെയ്യുന്നുണ്ട്. ഇവളെ ഭയങ്കര ഇഷ്ടമാണെന്നാണ് തോന്നുന്നത്. അടുത്ത ദിവസം അവിടെ സുയാൻ സിംഗിൻ്റെ കുറച്ച് കാവൽക്കാരും അതേപോലെ ഷീയുടെ കുറച്ച് കാവൽക്കാരും തമ്മിൽ ഒരു ഫൈറ്റ് നടക്കുന്നുണ്ട്. സുയാൻ സിംഗ് പറഞ്ഞ അനുസരിച്ച് ഷാങ്ങിങ്ങിനെ കൂട്ടിക്കൊണ്ട് പോകാനായിരുന്നു അവൻ്റെ ആൾക്കാർ വന്നത്. പക്ഷേ ഷിയുടെ അനുവാദമില്ലാതെ അവളെ അവിടെ നിന്ന് കൊണ്ടുപോകാൻ തങ്ങൾ സമ്മതിക്കില്ല എന്ന് പറഞ്ഞ് ഷിയുടെ ആൾക്കാർ എതിർക്കുന്നു. അങ്ങനെയാണ് ഇവർ തമ്മിൽ ഫൈറ്റ് ആയത്. ഒരാൾക്ക് കുറച്ച് മുറിവൊക്കെ പറ്റുന്നുണ്ട്. ഇത് കണ്ടുകൊണ്ട് ഷീ അങ്ങോട്ടേക്ക് വന്നിട്ട് വിവരം അന്വേഷിക്കുന്നു. കാര്യം അറിഞ്ഞു കഴിഞ്ഞപ്പോൾ സുയാൻ സിംഗ് ആവശ്യപ്പെട്ടാൽ ഷാങ്ങിങ്ങിനെയല്ല തൻ്റെ മകനെ ആണെങ്കിൽ പോലും അവന് വേണ്ടി വിട്ടു നൽകാൻ തയ്യാറാവണം എന്ന് പറഞ്ഞ് ഷീ തൻ്റെ ആൾക്കാരെ വഴക്ക് പറയുന്നു. എന്നിട്ട് അവർ സുയാൻ സിംഗിൻ്റെ ഓർഡർ അനുസരിക്കാതിരുന്നതുകൊണ്ട് അവരെ കൊല്ലാനും അവൻ ഓർഡർ നൽകുന്നുണ്ട്. സുയാൻ സിംഗ് കുറച്ച് മുമ്പ് തന്നെ അവിടെ വന്ന് നിൽപ്പുണ്ടായിരുന്നു. അതുകൊണ്ട് ഇത് കേട്ടപ്പോൾ അവൻ അങ്ങോട്ടേക്ക് എന്ന് ചേട്ടനെ തടയുന്നു. ഷിയുടെ ഹെൽത്ത് കുറച്ച് മോശമാണ്. അതുകൊണ്ട് സുയാൻ സിംഗിന് അതിൻ്റെ കാര്യത്തിൽ നല്ല കൺസേൺ ഉണ്ട്. നമുക്കിടയിൽ ഇങ്ങനെയൊന്നും ആവശ്യമില്ല എന്ന് പറഞ്ഞ് അവൻ ചേട്ടനെ സമാധാനിപ്പിക്കുന്നു. എന്നിട്ട് ഷാങ്ങിങ്ങിനെ അവിടെ നിന്ന് പിടിച്ചുകൊണ്ട് പോകാൻ ഓർഡർ നൽകുന്നുണ്ട്. അങ്ങനെ കാവൽക്കാർ ഷാങ്ങിങ്ങിനെ അവിടെ നിന്ന് കൊണ്ടുപോകുന്നു. യാൻഷിൻ ഇപ്പോൾ ആർമി ക്യാമ്പിൽ വെച്ച് ഇടയ്ക്കിടയ്ക്ക് ഷാങ്ങി കൊടുത്തയച്ച ആ ഓറഞ്ച് ക്യാൻഡി എടുത്ത് കഴിക്കാറുണ്ട്. സുൻ ഇത് കണ്ടുകൊണ്ട് നീ എന്നു മുതലാണ് കുട്ടികളെപ്പോലെയുള്ള ഇങ്ങനെയുള്ള ശീലങ്ങളൊക്കെ തുടങ്ങിയത് എന്നൊക്കെ കളിയാക്കി ചോദിക്കുന്നുണ്ട്. എന്തായാലും നിനക്ക് ഇങ്ങനെ തരാൻ ആരുമില്ലല്ലോ എന്ന് ചോദിച്ച് യാൻഷൻ തിരിച്ച് അവനെ കളിയാക്കുന്നു. പിന്നെ ഞാനൊന്ന് മനസ്സ് വെച്ചാൽ ആ സിറ്റിയിലെ പെണ്ണുങ്ങളൊക്കെ എൻ്റെ പുറകെ ഈ മിഠായി അല്ല ഒരു സ്വീറ്റ്സിൻ്റെ ഷോപ്പ് തന്നെ മൊത്തത്തിൽ കൊണ്ടുവന്ന് തരാനായിട്ട് ക്യൂ നിൽക്കും എന്നൊക്കെ സുൻ തട്ടിവിടുന്നുണ്ട്. ഈ സമയത്താണ് സുയാൻ സിംഗ് അവന് ഒരു കത്ത് കൊടുത്തയച്ചിട്ടുണ്ടെന്ന് പറഞ്ഞ് ഒരു കാവൽക്കാരൻ കത്തുമായി വരുന്നത്. ഷാങ്ങിങ്ങിനെ ജീവനോടെ തിരികെ വേണമെങ്കിൽ ഒരു സിറ്റി വിട്ടു നൽകണമെന്നാണ് സുയാൻ സിംഗ് ആ കത്തിൽ ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഇപ്പോഴും ഷാങ്ങിങ് തൻ്റെ മകളാണ് എന്ന് തന്നെയാണല്ലോ അവൻ വിശ്വസിക്കുന്നതെന്നോർത്ത് യാൻ സിംഗ് ചിരിക്കുന്നുണ്ട്. പിന്നെ എത്രയും പെട്ടെന്ന് എൻ്റെ മകളെ ഒരു പോറൽ പോലും ഏൽക്കാതെ തിരികെ കൊണ്ടുവരാൻ സൈന്യം ഭാക്ഷ്യ ലക്ഷ്യമാക്കി പുറപ്പെടാൻ അവൻ ഓർഡർ നൽകുന്നു.